2016 പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രമാണ് കസബ. മലയാള സിനിമയെ കിടിലൻ ഡയലോഗുകൾ കൊണ്ട് വിറപ്പിച്ച രഞ്ജി പണിക്കരുടെ മകൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമ, അതും പോലീസ് കഥ പറയുന്ന മമ്മൂട്ടി ചിത്രം. ഈ നിലയിലൊക്കെ പ്രഖ്യാപിച്ച സിനിമ ആദ്യം മുതലേ തന്നെ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു. തെന്നിന്ത്യൻ നായകന്മാരായ വരലക്ഷ്മി ശരത് കുമാറും നേഹ സക്സേനയും അടക്കം നിരവധി താരങ്ങളും സിനിമയിലുണ്ടെന്ന വാർത്തകളും ഹൈപ്പിന് കാരണമായി. കസബ റിലീസ് ചെയ്തപ്പോൾ സമ്മിശ്ര പ്രതികരണങ്ങളാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചത്. ചിത്രത്തിലെ സ്ത്രീ വിരുദ്ധതയെ ചൂണ്ടിക്കാണിച്ച് വിവാദങ്ങളും അക്കാലത്ത് ഉടലെടുത്തു. വിമൻ ഇൻ സിനിമ കളക്റ്റീവ് അടക്കമുള്ള സ്ത്രീ സംഘടനകൾ കസബയ്ക്കെതിരെ സംസാരിച്ചതും വിമർശിച്ചതുമെല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിവെച്ചു. 9 വർഷങ്ങൾക്ക് ശേഷം ഈ സിനിമ വീണ്ടും ചർച്ചയാവുകയാണ്. അതിന് പ്രധാന കാരണം ഗീതു മോഹൻദാസിന്റെ പുതിയ സിനിമയായ ടോക്സിക്കിന്റെ ടീസർ പുറത്തു വന്നതാണ്. KGF താരം യഷിനെ കേന്ദ്ര കഥാപാത്രമാക്കി ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന മാസ് ആക്ഷൻ എന്റർടൈൻമെന്റ് ചിത്രമാണ് ടോക്സിക്. ഗീതു മോഹൻദാസിന്റെ പതിവ് ശൈലികളിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കുന്ന ടോക്സിക് പ്രഖ്യാപിച്ച കാലം മുതൽ തന്നെ ആരാധകർ കാത്തിരിക്കുകയാണ്. KGFന് ശേഷം റോക്കി ബായ് എത്തുന്നത് ഏത് വേഷത്തിലായിരിക്കും എന്നറിയാനുള്ള ആരാധകരുടെ കാത്തിരിപ്പ് കൂടിയാണ് ടോക്സിക്കിലൂടെ അവസാനിച്ചിരിക്കുന്നത്. അതിനൊപ്പം തന്നെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടിമാരിൽ ഒരാളായ ഗീതു മോഹൻദാസ് ഇത്രയും വലിയൊരു പ്രൊജക്ടിലേക്ക് എത്തിയിരിക്കുന്നു എന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷമുള്ള കാര്യമായി മാറേണ്ടതാണ്. ഗീതു മോഹൻദാസ് മുൻപ് സംവിധാനം ചെയ്ത സിനിമകളൊക്കെ നിരൂപക പ്രശംസ നേടിയിട്ടുള്ളവയുമാണ്. എന്നാൽ ഗീതു മോഹൻദാസിനെ ആക്രമിക്കാൻ അവസരം കാത്തിരുന്നതുപോലെയാണ് സോഷ്യൽ മീഡിയയിലെ വെട്ടുകിളി കൂട്ടങ്ങളുടെ പെരുമാറ്റം. യഷിന്റെ ജന്മദിനത്തിന്റെ മുന്നോടിയായിട്ടാണ് കഴിഞ്ഞ ദിവസം ടോക്സിക്കിന്റെ ടീസർ പുറത്തു വന്നത്. അതിനു പിന്നാലെ നിതിൻ രഞ്ജി പണിക്കർ ഗീതു മോഹൻദാസിനെ വിമർശിച്ച് രംഗത്തെത്തുകയും ചെയ്തു. സ്റ്റേറ്റ് മാറിയപ്പോൾ ഗീതു മോഹൻദാസിന്റെ സ്ത്രീവിരുദ്ധത കാഴ്ചപ്പാടിന് മാറ്റം സംഭവിച്ചോ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു നിതിന്റെ പ്രതികരണം. ആ ചോദ്യം മമ്മൂട്ടി ഫാൻസും ഏറ്റെടുത്തു. കസബയിൽ മമ്മൂട്ടിയുടെ കഥാപാത്രം ഒരു വനിതാ പോലീസുകാരിയുടെ ബെൽറ്റിൽ പിടിക്കുന്നതിനെ വിമർശിച്ചാണ് അന്ന് ഗീതു മോഹൻദാസ് അടക്കമുള്ളവർ രംഗത്തെത്തിയത്. ടോക്സിക് എന്ന ചിത്രത്തിലേക്ക് എത്തുമ്പോൾ ബാറിൽ വെച്ച് ഒരു സ്ത്രീയെ മടിയിലിരുത്തി അവളുടെ തലവഴി യാഷ് മദ്യമൊഴിക്കുന്ന രംഗമുണ്ട്. കസബയിൽ കാണിച്ചത് സ്ത്രീവിരുദ്ധതയാണെങ്കിൽ ഇതും സ്ത്രീവിരുദ്ധത തന്നെയാണെന്നും ടോക്സിക്കിൽ സ്ത്രീകളെ വളരെ മോശമായി ചിത്രീകരിച്ചിരിക്കുന്നു എന്നുമാണ് മമ്മൂട്ടി ഫാൻസും കസബ സിനിമയെ പിന്തുണയ്ക്കുന്നവരും പറയുന്നത്. ടോക്സിക് എന്ന പേര് അന്വർത്ഥമാക്കുന്നതാണ് ഈ രംഗം എന്ന് പറയുന്നവരുമുണ്ട്. എന്നാൽ കസബയിൽ മമ്മൂട്ടിയുടെ കഥാപാത്രം പോലീസുകാരിയുടെ ബെൽറ്റിൽ പിടിച്ചതുപോലെയല്ല യഷ് പെൺകുട്ടിയുടെ തലവഴി മദ്യം ഒഴിക്കുന്നത് എന്നാണ് ടോക്സിക് മൂവി ഫാൻസിന്റെ വിശദീകരണം. കസബയിൽ സ്ത്രീയുടെ സമ്മതത്തോടെയല്ല മമ്മൂട്ടിയുടെ കഥാപാത്രമായ സർക്കിൾ ഇൻസ്പെക്ടർ കറിയാച്ചൻ അങ്ങനെ ചെയ്യുന്നത്. അത് തീർത്തും ആ സ്ത്രീ കഥാപാത്രത്തെ അപമാനിക്കുന്ന തരമായിരുന്നു. അതേസമയം ടോക്സിക് എന്ന ചിത്രത്തിൽ ആ സ്ത്രീ കഥാപാത്രം യാഷിന്റെ കഥാപാത്രം ചെയ്യുന്ന പ്രവൃത്തി ആസ്വദിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ടെന്നാണ് ഫാൻസ് ചൂണ്ടിക്കാണിക്കുന്നത്. നെഗറ്റീവായ പ്രവൃത്തികൾ സിനിമയിൽ കാണിച്ചു കൂടാ എന്നതല്ല, അതിനെ ഗ്ലോറിഫൈ ചെയ്യരുത് എന്നതാണ് തുടക്കം മുതലേ ഗീതു മോഹൻദാസ് അടക്കമുള്ളവർ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഇപ്പോഴും അത് മനസ്സിലാക്കാനാവാതെ വിമർശിക്കുന്നവരാണ് സോഷ്യൽ മീഡിയയിൽ അധികവും.